ഇന്ന് നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാം. അത് നമ്മൾ തൃശ്ശൂർകാർ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊരു വഴുതന നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം പറിച്ചെടുക്കാം. സാമ്പാറിലേക്ക് വേണ്ട പച്ചക്കറി നമുക്ക് അരിഞ്ഞെടുക്കാം. മംഗലം വെച്ച് വെള്ളം ഒഴിച്ച് അതിൽ കഷ്ണങ്ങളൊക്കെ നമുക്ക് വാരിയിടാം. അതൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ മഞ്ഞപ്പൊടി ഉപ്പും ശകലം നമുക്ക് അതിലേക്ക് ഇടാം. കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങക്കായും പച്ചമുളകും കൂടി നമുക്ക് അങ്ങോട്ട് ഇടാം. സാമ്പാർ പരിപ്പ് ആദ്യം വേവിച്ച് വെക്കണേ. വേവിച്ച് വെച്ച പരിപ്പ് നമ്മൾ ഈ സാമ്പാർ തിളയ്ക്കുമ്പോൾ അതിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴേ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടാം. ചട്ടി വെച്ച് വെണ്ടയ്ക്കും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയ വെണ്ടയ്ക്കയും തക്കാളിയും നമുക്ക് തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് ഇടാം. സാമ്പാറിലേക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് മല്ലി, മുളക്, കറിവേപ്പിൻ്റെ ഇല, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, കായം, ചെറിയ ഉള്ളി, തേങ്ങ എന്നിവയും കൂടി നന്നായി വറുത്തെടുക്കാം. കൂട്ടെല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് തണുത്ത ശേഷം നന്നായി അരച്ചെടുക്കാം. ഈ സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് ശകലം മുളക് പൊടി ഇടണേ. മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഇറക്കി വയ്ക്കാം. നമുക്ക് കടുക് താളിച്ചിടാം. കടുക് താളിക്കുന്നതിൽ കുറച്ച് മല്ലിയിലും കായ്പ്പൊടി ഇടണേ. അപ്പോൾ നമ്മളുടെ തൃശ്ശൂർക്കാരുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താൽ മാത്രം പോരെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.